പറയുവാനായി കർത്താവിന്റെ ദാസനെ ക്ഷണിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇങ്ങനെയൊരു സന്ധ്യാസമയം സ്വർഗത്തിലെ ദൈവം നമുക്ക് പ്രദാനം ചെയ്തുവല്ലോ. നമ്മുടെ വീണ്ടെടുപ്പുകാരനെ, നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് ഒരുക്കുന്ന എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്തൃപാദപീഠത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അല്പസമയം കർത്താവിനെ ആരാധിപ്പാൻ ഗീതങ്ങളെ പാടി ആത്മനിറവിൽ അനുഭവത്തോടെ ആത്മശക്തിയോടെ അതാത് സ്ഥാനങ്ങളിൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ വാഴ്ത്താം, ആരാധിക്കാം, മഹത്വപ്പെടുത്താം. സ്വർഗത്തിലെ ദൈവം എത്ര നല്ലവനാണ്. സകലത്തിനും ഉടയവനും സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമായ നമ്മുടെ കർത്താവിനെ ഈ സന്ധ്യാവേളയിൽ ആരാധിച്ച് മഹത്വപ്പെടുത്താമല്ലോ. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും എന്ന ആരാധന ഗീതം പാടി കർത്താവിനെ ആരാധിക്കാം. എന്റെ ശബ്ദം എല്ലാവരിലും എത്തുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആയിരിക്കുന്നിടത്ത് നിങ്ങൾ അതാത് സ്ഥാനങ്ങളിലായിരിക്കുമ്പോൾ ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാമല്ലോ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. സർവനന്മകൾ സർവദാനങ്ങൾ ഉറവിടമേശുവേ, സർവനന്മകൾ സർവദാനങ്ങൾ ഉറവിടമേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. ആഴിയാഴത്തിൽ ആഴിയാഴത്തിൽ ഞാൻ ഇടുന്നു, എന്നെ മറപിടിച്ചു. ആഴിയാഴത്തിൽ ഞാൻ ഇടുന്നു, എന്നെ മറപിടിച്ചു. സാധൻ തിരുക്കരം നേടിയെത്തി, എന്നെ മാറോടു ചേർത്തണച്ചു. സാധൻ തിരുക്കരം തേടിയെത്തി, എന്നെ മാറോടു ചേർത്തണച്ചു. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമേശുവേ, സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയും ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ.
എന്നെ പരനേ നിന്റെ വേളയത്തിൽ കച്ചിടുവാൻ നൽവരങ്ങളെ നൽകിടുക. നിന്റെ വേളയത്തിൽ കച്ചിടുവാൻ നൽവരങ്ങളെ നൽകിടുക. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം യേശുവേ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടും ദിനവും പരമേ നന്ദിയാൽ. അങ്ങേ ഞാൻ സ്തുതിച്ചിടും ദിനവും പരമേ നന്ദിയാൽ. ലോകമോഹങ്ങളിൽ ഞാൻ ഭ്രമിച്ചു, ലോകമോഹങ്ങളിൽ ഞാൻ ഒഴുകി. ഞാൻ ഭ്രമിച്ചു, ലോകമോഹങ്ങളിൽ ഞാൻ ഒഴുകി. കാണില്ലൊരു നാളും സ്വർഗതാതൻ വൃത്തി മോഹമായി ഞാൻ ഉറച്ചു. കാണില്ലൊരു നാളും സ്വർഗതാതൻ വൃത്തിൽ മോഹമായി ഞാൻ ഉറച്ചു. സർവദാനങ്ങൾ ഉറവിടമാം യേശുവേ. സർവദാനങ്ങൾ സർവദാനങ്ങൾ ഉറവിടമാം യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടും ദിനവും പരനേ നന്ദിയാൽ. അങ്ങേ ഞാൻ സ്തുതിച്ചിടും ദിനവും പരനേ നന്ദിയാൽ. പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നിറയ്ക്ക അനുദിനവും എന്നെ പരനേ. പരിശുദ്ധാത്മാവ് നിറയ്ക്ക അനുദിനവും എന്നെ പരനേ. തിരുവേളയത്തിൽ കച്ചിടുവാൻ നൽവരങ്ങളെ നൽകിടുക. നിന്റെ വേളയത്തിൽ കച്ചിടുവാൻ നൽവരങ്ങളെ നൽകിടുക. സർവദാനങ്ങൾ ഉറവിടമാം യേശു. ഓ ഹല്ലേലൂയ. സർവദാനങ്ങൾ ഉറവിടമാം യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടും ദിനവും പരനേ നന്ദിയാൽ. അങ്ങേ ഞാൻ സ്തുതിച്ചിടും ദിനവും പരനേ നന്ദിയാൽ. ലോക ഇമ്പങ്ങളിൽ ഞാൻ ഭ്രമിച്ചു, ലോകമോഹങ്ങളിൽ ഞാൻ ഒഴുകി. ലോക
കൃപകളിൽ ഞാൻ ഭ്രമിച്ചു, ലോകമോഹങ്ങളിൽ ഞാൻ മുഴുകി. കാണില്ലൊരു നാളും സ്വർഗതാതൻ കാണില്ലൊരു നാളും സ്വർഗതാതൻ മൂലമായി ഞാൻ സർവദാനങ്ങൾ ഉറവിടമായേശുവേ, സർവദാനങ്ങൾ ഉറവിടമായേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. ആരാധന 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 ആരാധന. തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങേ പോലെ ആരുവേ. തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനമേ സ്വന്തമേ അങ്ങേ മാറിച്ചാൽ ജീവനേ സ്വന്തമേ അങ്ങേ മാറിച്ചാൽ എന്നെ എൻ ജീവനേ എൻ ജീവനേ അങ്ങെപ്പോലെ സ്നേഹിച്ചിട അവരില്ല ആർക്കുമേ. അങ്ങെപ്പോലെ സ്നേഹിച്ചിട അവരില്ല ആർക്കുമേ. സ്നേഹമേ സ്വന്തമേ അങ്ങേ മാറിച്ചാലും സ്നേഹമേ സ്വന്തമേ അങ്ങേ മാറിച്ചാലും ആരാധന 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 ആരാധന
उपकार तेरे बेशुमार, कोटि कोटि स्तुति धन्यवाद। धन्यवाद के साथ स्तुति गाऊंगा, ये यीशु मेरे खुदा। उपकार तेरे बेशुमार, कोटि कोटि स्तुति धन्यवाद। उपकार तेरे बेशुमार, कोटि कोटि स्तुति धन्यवाद। ओ योग्यता से बढ़ के दिया है अपनी दिया से तूने मुझे, योग्यता से बढ़ के दिया अपनी दिया से तूने मुझे। मांगने से ज्यादा मिला मुझे, आभारी हूँ प्रभु मैं। मांगने से ज्यादा मिला मुझे, आभारी हूँ प्रभु मैं। धन्यवाद के साथ स्तुति गाऊंगा, यीशु मेरे खुदा। उपकार तेरे हैं बेशुमार, कोटि कोटि स्तुति धन्यवाद। उपकार तेरे हैं बेशुमार, कोटि कोटि स्तुति धन्यवाद। तू है सच्चा जिंदा खुदा, तुझ पर ही भरोसा मेरा। तू है सच्चा जिंदा खुदा, तुझ पर ही भरोसा मेरा। सेवा पूरी करके पाऊंगा प्रभु ऐसा वरदान। सेवा पूरी करके पाऊंगा प्रभु ऐसा वरदान। धन्यवाद के साथ स्तुति गाऊंगा,
पिता से बढ़ के दिया है अपनी दया से तूने मुझे। मिलकर गाएंगे प्रभु की महिमा के लिए। कोई योग्यता हमारे जिंदगी में नहीं होता तो परमेश्वर हमारे जिंदगी में आया, हालेलुया, हमें आशा दिया, हमें मुक्ति दिया, हमें हालेलुया हर प्रकार की अनुग्रह धरती में दे दिया। हम निराशा में थे, हम पाप में फंसे हुए थे, हम श्राप की हालेलुया पीछे फंसे हुए थे, लेकिन परमेश्वर ने उद्धार किया, उसकी हाथों से हमें उठा लिया, सारे पापों से, सारे पाप की कीचड़ों से हमें खींच लेकर परमेश्वर के सन्निधि में उपस्थिति में पवित्र बना के आज की दिन रखा गया है। मांगने से ज्यादा मिला मुझे, आभारी मांगने से ज्यादा मिला मुझे, आभारी धन्यवाद के साथ स्तुति गाऊंगा यीशु मेरे खुदा। उपकार तेरे हैं बेशुमार, कोटि कोटि स्तुति धन्यवाद। उपकार तेरे हैं बेशुमार, कोटि कोटि स्तुति धन्यवाद। उपकार तेरे हैं बेशुमार, कोटि कोटि स्तुति धन्यवाद। सारे उपकारों के लिए धन्यवाद करते हैं परमेश्वर। तू मेरे जिंदगी में आया, तुम्हारे जिंदगी को बदल किया। ജീവിതത്തെ മാറ്റിമറിച്ചവൻ, ഒരു പുതുജീവൻ ജീവിതത്തിൽ തന്നവൻ, ഒരു പ്രത്യാശ തന്നവൻ. നിരാശയുടെ വേളകളിൽ, പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ, പാപത്തിന്റെ ആഴങ്ങളിൽ കിടന്ന ഞങ്ങളെ ജീവിതത്തിന് അർത്ഥം തന്ന നിത്യജീവന്റെ ഉടമകളാക്കി അവകാശികളാക്കി തീർന്നതിന്റെ കരുണ, അവിടുത്തെ വിശ്വസ്തത, അവിടുത്തെ നന്മകൾ, നിന്റെ സ്നേഹത്തിന്റെ രാത്രി ഞങ്ങൾ ഓർക്കുന്നു. നിന്റെ ഉപകാരങ്ങൾ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാണ്. അവിടുത്തെ നാമത്തെ ഞങ്ങൾ ഉയർത്തുമ്പോൾ, നാമത്തെ ആരാധിക്കുമ്പോൾ, നാമത്തെ ആരാധനയ്ക്ക് യോഗ്യൻ, അവിടുത്തെ സ്തുതികൾക്ക് യോഗ്യൻ, മഹത്വത്തിന് യോഗ്യൻ രാത്രി. जिंदगी में नया आशा दिया हुआ परमेश्वर तू ही है। तू हमारे खुदा है, तू हमारा प्यारा परमेश्वर है, सच्चा खुदा है, तू महिमा की योग्य परमेश्वर, आराधना की योग्य परमेश्वर है। इसलिए धन्यवाद हो, तेरी स्तुति महिमा करते हैं, तेरी आराधना करते हैं। हालेलुया। धन्यवाद हो प्यारे परमेश्वर, धन्यवाद करते हैं। आज के दिनों में तेरे महान चरणों पर आकर तेरी स्तुति महिमा आराधना करने के लिए हमें ताकत योग्य बनाया, तेरे उपस्थिति में आने के लिए हमें योग्य कराया। इसलिए धन्यवाद। ഞങ്ങളെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. രാത്രി മഹത്വവാനായി ഞങ്ങളെ പ്രാഗൽഭ്യമുള്ളവരാക്കി തീർക്കുക, പ്രാപ്തരാക്കി തീർക്കുക. ഇടപെടമാറാകണമേ, സംസാരിക്കണമേ. ഹൃദയങ്ങൾ ദൈവസ്തുതി ഭോജനത്തിൽ ഭാഗത്തുണ്ട്. പിതാവെ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകട്ടെ. Amen, amen, amen. Praise the Lord. Hallelujah. Praise the Lord. परमेश्वर हमारे കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. Praise the Lord. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
വീണ്ടും ഈ സന്ധ്യാസമയം നമുക്ക് ദൈവസഭയിൽ പ്രാർത്ഥനയോടെ നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ മാധ്യമത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ ചെയ്തു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യാസമയം ഓൺലൈനിലൂടെ ഈ പ്രയർ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, എല്ലാ ദൈവദാസന്മാർക്കും, എല്ലാ ദൈവമക്കൾക്കും യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശേഷാല ഇന്ന് നമ്മുടെ മധ്യത്തിൽ ദൈവവചനം സൂക്ഷിപ്പാനായി കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസന പാസ്റ്റർ ടി.ഡി. ബാബു, ഞാൻ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മധ്യത്തിൽ ദൈവവചനം സൂക്ഷിച്ചതാണല്ലോ. എന്റെ വേദാധ്യാപകൻ കൂടെയാണ്. ഇന്ന് രാത്രി വീണ്ടും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സന്തോഷത്തോടെ കടന്നു വന്നിരിക്കുന്ന ദൈവാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള സമയം കർത്താവിന്റെ ദാസൻ ദൈവവചനത്തിൽ നിന്ന് സൂക്ഷിക്കും. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസനിലായിരിക്കാം. ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ദാസൻ ക്ഷണിക്കും. Praise the Lord. ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പി.സി. ജോസഫ് കുടുംബം ഇന്ന് ഈ മീറ്റിംഗിൽ ആരാധന നിയന്ത്രിച്ച കർത്തൃദാസൻ പാസ്റ്റർ ടി.ഡി. ലാലു അവറുകൾ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ദൈവവചനം ശ്രദ്ധിക്കുന്ന സ്നേഹസമ്പന്നരായ ദൈവമക്കൾ ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്തൃദാസനോടും ദൈവമക്കളോടും ഒപ്പം ശുശ്രൂഷയിൽ സഹകരിക്കാൻ സന്ദർഭം ലഭിച്ചതിൽ, ക്ഷണം ലഭിച്ചതിൽ സന്തോഷമുണ്ട്. അവസരമൊരുക്കിയ കർത്തൃദാസനോട് ഹൃദയംഗമായ നന്ദിയും ഇത്തരുണത്തിൽ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്തൃസന്നിധിയിലായിരിക്കാം. നമ്മളിൽ എല്ലാവരും തന്നെ അവരവരുടെ വീടുകളിൽ ഇരുന്നാണല്ലോ ഈ മീറ്റിംഗിൽ ഭാഗവാക്കാകുന്നത്. എന്നാൽ നമുക്കറിയാം, നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം നമ്മൾ ഇരിക്കുന്ന ഇടത്തുണ്ട്. അതുകൊണ്ട് ദൈവസാന്നിധ്യ ബോധത്തോടെ സാക്ഷാൽ ദൈവമായ വചനത്തിന്റെ മുൻപിൽ വിറയ്ക്കുന്ന ഹൃദയത്തോടെ ശ്രദ്ധയോടെ നമുക്കായിരിക്കാം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഈ 2-ാം ദിവസം ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. ദൈവശബ്ദത്തിനായി ഞാനും നിങ്ങളോടൊപ്പം കാതോർക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 15-16 വാക്യം. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന
ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുകയും നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട്, അതിന് ഈ സന്ദേശവുമായി ബന്ധമുള്ളതുകൊണ്ട് ആ അനുഭവം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സന്ദേശത്തിലേക്ക് പ്രവേശിക്കട്ടെ. എൻ്റെ 3.5 പതിറ്റാണ്ട് നീണ്ട സഭാശുശ്രൂഷ ജീവിതത്തിൽ ഈ 3-4 മാസങ്ങൾക്കിടയിൽ പ്രാർത്ഥിക്കാൻ ഞാൻ സമയമെടുത്തതുപോലെ, ദൈവത്തോട് സംസാരിക്കാൻ സമയമെടുത്തതുപോലെ മുമ്പൊരിക്കലും ഇത്രയും സമയം ഞാൻ എടുത്തിട്ടില്ല. ഈ കോവിഡ് കാലം എന്നെ ദൈവത്തോട് കുറെ കൂടെ അടുപ്പിച്ചു. പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്കറിയാം, ദൈവത്തോട് സംസാരിക്കുന്നത്. ദൈവത്തോട് സംസാരിക്കാൻ കൂടുതൽ സമയമെടുത്തു. കാരണം സമയമുണ്ട്, യാത്രകളില്ല, പുറത്തുള്ള മീറ്റിങ്ങുകളില്ല, അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ സമീപത്തുള്ള കടയിൽ പോകും എന്നല്ലാതെ 45ഓളം കുടുംബങ്ങളുള്ള എൻ്റെ കൂട്ടായ്മയിലെ വിശ്വാസ ഭവനങ്ങൾ പോലും സന്ദർശിക്കാതെ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പൊ ഞാൻ ഈ കോവിഡ് കാലത്ത് തിരിച്ചറിഞ്ഞ ഒരു സത്യം, ഇങ്ങനെ ഒരു വൈറസിന്റെ പ്രവേശനം ആവശ്യമായി വന്നു. കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ, കൂടുതൽ ദൈവവചനം ധ്യാനിക്കാൻ, കൂടുതൽ ദൈവത്തോട് സംസാരിക്കാൻ, കൂടുതൽ ദൈവത്തിൽ നിന്ന് കേൾക്കാൻ. ഇതെന്റെ അനുഭവമാണ്. എനിക്ക് അത് തുറന്ന് പറയുന്നതിൽ സങ്കോചമില്ല, അഭിമാനമേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്നുകൂടെ പുതുക്കിപ്പണിയാൻ ഈ ദിവസങ്ങൾ, ഈ നാളുകൾ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു എന്നതിനാൽ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇന്ന് രാത്രി ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ മീറ്റിങ്ങിലും അങ്ങനെ ഒരു ഭാഗമാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചത്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 15-16 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. പുതിയ നിയമ എഴുത്തുകാരിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ആള് യാക്കോബാണ്. അതിന് ഒന്നിലധികം കാരണങ്ങളുണ്ട്. അതിൽ എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒരു കാര്യം പറയാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ പലരും സ്വാധീനിക്കാറുണ്ട്, അല്ലേ?
ഞാൻ 1983, 84 കാലഘട്ടത്തിലാണ് ദൈവവചനം പഠിച്ചത്. അധ്യാപകരിൽ 4 or 5 അധ്യാപകർ ഉണ്ടായിരുന്നവരിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഒരാളാണ്. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ PC സാമുവൽ. മരണം വരെ 84ാമത്തെ വയസ്സ് വരെ കടം മേടിക്കാതെ ജീവിച്ച ഒരഭിഷേകൻ. നീണ്ട 10-23 വർഷത്തെ അടുപ്പവും ബന്ധവും എനിക്ക് അദ്ദേഹവുമായി ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അദ്ദേഹം കടം മേടിച്ചിട്ടില്ല മരണം വരെ. ഞങ്ങളെ അതുകൊണ്ട് പഠിപ്പിച്ചതും അങ്ങനെയാണ്. ദൈവദാസന്മാർ കടം വാങ്ങണം, പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് വാങ്ങണം. അങ്ങനെ പോകുന്നു അദ്ദേഹത്തിന്റെ ക്വാളിറ്റി. അതുകൊണ്ട് എന്താ, അദ്ദേഹം എന്നെ സ്വാധീനിച്ചു. അതാണ് ഞാൻ ഈ പറഞ്ഞത്. ചിലര് നമ്മളെ സ്വാധീനിക്കാറ്. ചിലരുടെ ഹൃദ്യമായ പെരുമാറ്റവും സൗമ്യമായ സ്വഭാവ ശൈലികളും ഒക്കെ അല്ലേ, ചിലര് നമ്മുടെ മനസ്സിൽ വരുന്നില്ല. അതെ, നമ്മളെ ചിലര് സ്വാധീനിച്ചിട്ടുണ്ട്. അവരിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ട്, പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നെ ഏറ്റവും സ്വാധീനിച്ചൊരു മനുഷ്യനാണ്. അതിൽ ഒരു കാര്യം പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട എന്ന് പറഞ്ഞാൽ എന്നോട് വ്യക്തിപരമായി സംസാരിച്ച ഒരു കാര്യം പറയാം. വേദശാസ്ത്രികളുടെ ഇടയിൽ യാക്കോബ് അറിയപ്പെടുന്നത് പ്രവർത്തികളുടെ അപ്പോസ്തലൻ. അദ്ദേഹത്തെ പ്രവർത്തികളുടെ അപ്പോസ്തലൻ എന്ന വിശേഷണത്തിന് യോഗ്യനാക്കിയത് വിശുദ്ധ തിരുവെഴുത്തിൽ മറ്റാരും പറയാത്ത ഗൗരവതരമായ ഒരു പ്രസ്താവന വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ അദ്ദേഹം പരാമർശിച്ചു എന്നുള്ളത് കൊണ്ട് അത് 2-ാം അധ്യായത്തിന്റെ 26ാമത്തെ വാക്യം. ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. ഇത് യാക്കോബ് കുറിച്ച വാചകമാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകും. ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവം. ദൈവമക്കൾ ഓർക്കണം, ആത്മാവില്ലാത്ത ജീവിതം അങ്ങനെയാണെങ്കിൽ നിർജീവമല്ലേ? അല്ലേ? പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. അപ്പോ ഈ വാക്കുകളാണ് യാക്കോബിനെ ആ അപരനാമത്തിന് അർഹനാക്കിയത്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവം എന്ന് പറഞ്ഞാൽ യാക്കോബിന്റെ എത്തിക്സ് എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിലെ താൻ കരുപ്പിടിപ്പിച്ച തൻ്റെ ജീവിത ശൈലിയും സ്വഭാവവും നമ്മൾ ഈ ലേഖനത്തിലൂടെ പഠിച്ചാൽ എന്തിനും ഏതിനും പ്രവൃത്തി ഡിമാൻഡ് ചെയ്യുന്നയാളാണ് യാക്കോബ്. ഒന്നുകൂടെ പറഞ്ഞാൽ, സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതിനേക്കാൾ യാക്കോബിന്റെ വീക്ഷണത്തിൽ സ്നേഹിക്കുന്നതാണ് നല്ലത്. സ്നേഹത്തെക്കുറിച്ച് പാടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതാണ് നല്ലത്. വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനേക്കാൾ യാക്കോബിന് ഇഷ്ടം വിശ്വസിക്കുന്നതാണ്. വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരാൾ വിശ്വസിക്കുന്നയാളാകണമെന്നില്ല. അതാണ്. സ്നേഹത്തെക്കുറിച്ച് പ്രബന്ധം അവതരിപ്പിക്കുന്ന ഒരാൾ, പ്രഭാഷണം നടത്തുന്ന ഒരാൾ
മനോഹരമായ വാക്കുകൾ കോറിയിട്ട് എഴുതുന്ന ഒരാൾ സ്നേഹിക്കുന്നയാളാകണമെന്നില്ല. ജീവിതവുമായി ബന്ധമില്ലാത്ത ഒരു ആത്മീയത ഇന്ന് നമ്മൾ കാണുന്നു. ഒരു പക്ഷേ ഇന്നത്തെ തലമുറയുടെ ശാപം അത് തന്നെയാണെന്നാണ് ഞാനും തിരിച്ചറിയുന്നത്. സന്ദേശവും ജീവിതവുമായി ബന്ധമില്ല, പ്രസംഗവും ജീവിതവുമായി ബന്ധമില്ല, പഠിപ്പിക്കലും ജീവിതവുമായി ബന്ധമില്ല. എന്ന് പറഞ്ഞാൽ പറയുന്നത് ഒന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. പ്രവൃത്തിയിൽ ഇല്ല. ഇവിടെയാണ് യാക്കോബിനെ സ്വാധീനിച്ചത്. പ്രാർത്ഥനയെക്കുറിച്ച് പ്രസംഗിക്കുന്നതിനേക്കാൾ, പ്രബന്ധം അവതരിപ്പിക്കുന്നതിനേക്കാൾ യാക്കോബിന് ഇഷ്ടം പ്രാർത്ഥിക്കുന്നതായിരുന്നു. എന്തിനും ഏതിനും പ്രവൃത്തി ഡിമാൻഡ് ചെയ്തയാണ്. ആരാധനയെക്കുറിച്ച് പറയുന്നതിനേക്കാൾ, ആരാധനയ്ക്കായി മറ്റുള്ളവരെ ആഹ്വാനം ചെയ്യുന്നതിനേക്കാൾ യാക്കോബിന് ഇഷ്ടം ആരാധിക്കുന്നത്. ദൈവമക്കളെ, ഈ ചിന്തകൾ പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തിപരമായി ഇടപെട്ടു. നീ പ്രസംഗം കുറയ്ക്ക്, ജീവിക്കാൻ ശ്രമിക്ക. ആരാധനയ്ക്കായി ജനത്തെ ആഹ്വാനം ചെയ്യുന്ന ആ പതിവ് പരിപാടികൾ അവസാനിപ്പിക്കുക. നീ ആരാധിക്ക. വിശ്വാസത്തെക്കുറിച്ചുള്ള പ്രബോധനം കുറയ്ക്ക്. നീ വിശ്വസിക്ക. സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ നീ ജീവിക്കണം. ഇനിയുള്ള കാലം ജീവിക്കണം. പ്രിയരെ, ഈ കോവിഡ് കാലത്ത് ഞാൻ എന്നെ പുതുക്കി പ്രതിഷ്ഠിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞ വാക്കുകൾ ഇതാണ്. കർത്താവെ, വേദികളിൽ നിന്ന് വേദികളിലേക്ക്, രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് ഉള്ള പരക്കം പാച്ചിലുകൾക്കിടയിൽ എപ്പോഴൊക്കെയോ നമ്മെ ജീവിക്കാൻ മറന്നു. ആ കുറ്റബോധം എന്നിലുണ്ട്. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് യാക്കോബ് എന്നെ സ്വാധീനിച്ച ഒരു ഭാഗം നമുക്ക് സന്ദേശത്തിലേക്ക് വരണമല്ലോ. എങ്കിലും എഴുത്തുകാരനെ കുറിച്ച് ഒരു വാക്ക് പറയാൻ എനിക്ക് നിയോഗമുണ്ടായിരുന്നു. അത് എന്നോടും ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടത് കൊണ്ടാണ് പറഞ്ഞത്. ഈ തലമുറയിൽ എനിക്ക് തോന്നുന്നു ദൈവം അന്വേഷിക്കുന്നത് ജീവിക്കുന്നവരെയാണ്. ലവ് ഇൻ ആക്ഷൻ, ഫെയ്ത്ത് ഇൻ ആക്ഷൻ, പ്രയർ ഇൻ ആക്ഷൻ. സ്തോത്രം. അതെ, നമുക്ക് സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു നടക്കാതെ സ്നേഹിക്കുന്നവരാകാം. വിശ്വാസത്തെക്കുറിച്ച് പ്രസംഗിച്ച് നടക്കാതെ വിശ്വസിക്കുന്നവരാകാം. പ്രാർത്ഥനയെക്കുറിച്ച് പ്രാർത്ഥിക്കണമെന്ന് മറ്റുള്ളവരോട് പറയുന്നതിനേക്കാൾ നമുക്ക് പ്രാർത്ഥിക്കുന്നവരാകാം. സ്തോത്രം. ഞാൻ ആ ഭാഗം വിടട്ടെ. എനിക്ക് ഈ ലേഖകനെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ അല്പം വാചാലനായി പോകും. കാരണം അദ്ദേഹം എന്നെ ഒരുപാട് സ്വാധീനിച്ചു. ആയുസിന്റെ മുൻപിലുള്ള നാളുകൾ ഒരു സംശുദ്ധമായ ആധ്യാത്മിക ജീവിതം ചിട്ടപ്പെടുത്താൻ, കെട്ടിപ്പടുത്താൻ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് യാക്കോബ് പ്രാർത്ഥനയെക്കുറിച്ച് പരാമർശിച്ച ആ വാക്യഭാഗത്തേക്ക് വരാം. ഇനി ഞാൻ ഈ ലേഖകനെ കുറിച്ചോ ഒക്കെ ഒരുപാട് പറയാണ്. ഇതിന്റെ പശ്ചാത്തലവും ഈ ലേഖകന്റെ പശ്ചാത്തലവും ഒക്കെ. അങ്ങനെയുള്ളൊരു പഠന ക്ലാസ് അല്ലല്ലോ ഇത്. വിശേഷിച്ചൊരു ഉപവാസ പ്രാർത്ഥനയാണ്. എനിക്ക് അയച്ച ആ ക്ലിപ്പിൽ ഞാൻ കണ്ടത് ഫാസ്റ്റിംഗ് പ്രയറിന്റെ 2ാം ദിവസമാണിത് എന്നാണ്. നമുക്ക് ശ്രദ്ധിക്കാം. യാക്കോബ് പ്രാർത്ഥനയെ കുറിച്ച് പറയുകയാണ്. യാക്കോബ് ശരിക്കും 13ാം വാക്യം മുതൽ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നു. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നത് പ്രാർത്ഥിക്കട്ടെ. ഉണ്ടോ? പ്രാർത്ഥനയെ കുറിച്ച് ഒരു പ്രാവശ്യം പറഞ്ഞു. പിന്നീട് താഴോട്ട് വരുമ്പോൾ ആ 14ാം വാക്യത്തിൽ തന്നെ അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ 2 പ്രാവശ്യമായി. 15ാം വാക്യത്തിൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന 3 പ്രാവശ്യമായി പ്രാർത്ഥനയെ കുറിച്ച്. 16ാം വാക്യത്തിൽ വീണ്ടും യാക്കോബ്
പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നു. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടത് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പി. അപ്പോ 4 ഇനി നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. 5 താഴോട്ട് വരുമ്പോ ഏലിയാവ് മഴ പെയ്യാതിരിക്കേണ്ടത് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 6 19 വാക്യം 18 വാക്യം അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ 7 കണ്ടോ? 6 7 തവണ ഈ ചെറിയ പാരഗ്രാഫിൽ പ്രാർത്ഥന എന്ന പദം പൗലോസ് എത്ര തവണ ആവർത്തിച്ചു? സ്തോത്രം. ഈ ആവർത്തന പ്രയോഗം ആണ് സത്യത്തിൽ ഈ വേദ പഠനത്തിലേക്ക് എന്നെ പരിശുദ്ധാത്മാവ് നയിച്ചത്. എത്ര തവണ ആവർത്തിച്ചു പ്രാർത്ഥനയെ കുറിച്ച്? ഈ വാക്യങ്ങളെല്ലാം ഞാൻ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുകയല്ല. നോക്കിക്കേ, ആവർത്തിച്ച മറ്റൊരു പദം, ഈ വാക്യങ്ങളിൽ ആവർത്തിച്ച മറ്റൊരു പദം, അത് പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിൽ കുറിച്ച ഒരു പ്രയോഗം പാപത്തെക്കുറിച്ചാണ്. നിങ്ങൾ നോക്കിയേ, 15 വാക്യത്തിൽ കൊണ്ട് അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ഉണ്ടോ? പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ഇനി 16 വാക്യത്തിലുണ്ട്, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കും. കണ്ടോ? പാപത്തെക്കുറിച്ച് 2 പ്രാവശ്യം യാക്കോബ് ആവർത്തിച്ചു. പ്രാർത്ഥനയെക്കുറിച്ച് ഏതാണ്ട് 7ഓളം പ്രാവശ്യം ആവർത്തിച്ച യാക്കോബ് പാപത്തെക്കുറിച്ച് 2 തവണ ആവർത്തിച്ചു. ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വേദഭാഗത്ത് യാക്കോബ് പാപത്തെക്കുറിച്ച് ആവർത്തിച്ചു പറയാൻ ശ്രമിച്ചു എന്നുള്ളത് നിസാരമായി കണ്ടുകൂടാ പ്രിയരെ. അതിനകത്തൊരു നല്ല ചിന്തയുണ്ട്. അത് മറ്റൊന്നുമല്ല, ശരിയാം വണ്ണം പ്രാർത്ഥിക്കുന്ന ഒരാൾ പാപം ചെയ്യില്ല. യെസ്, പാപം ചെയ്യുന്ന ഒരാൾ പ്രാർത്ഥിക്കത്തില്ല. പ്രാർത്ഥനയോട് അടുപ്പമുള്ള ഒരാൾ പാപത്തോട് അകന്നേ നിൽക്കും. എന്നാൽ പാപത്തോട് അടുത്ത് നിൽക്കുന്ന ഒരാൾ പ്രാർത്ഥനയോട് അകന്നേ നിൽക്കും. ഈ കാര്യങ്ങൾ, ഈ ആശയങ്ങൾ ഞാൻ ആവർത്തിച്ച് വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല. ഞാൻ ഇന്നും ഒരു സഭാ ശുശ്രൂഷകനായി, ഒരു ലോക്കൽ സഭാ ശുശ്രൂഷകനായി തുടരുന്നയാളാണ്. ഒരു സ്പെഷ്യൽ മീറ്റിംഗ് വെച്ചാൽ, ഇന്നും ഒരു സ്പെഷ്യൽ മീറ്റിംഗ് അനൗൺസ് ചെയ്താൽ ആ യോഗത്തിന് ആള് കൂടുതലായി. അത് വീട്ടിലായാലും ചർച്ച് ബിൽഡിങ്ങിലായാലും. എന്നാൽ ഒരു പ്രാർത്ഥന യോഗം അനൗൺസ് ചെയ്താൽ സ്പെഷ്യൽ മീറ്റിങ്ങിന് വരുന്ന എത്ര ആളുകൾ പ്രാർത്ഥനാ മീറ്റിങ്ങിൽ, പ്രാർത്ഥനാ യോഗത്തിന് വരുന്നില്ല? അതെന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം. അതിനൊന്നും കൃത്യമായ ഉത്തരം നമുക്ക് പറയാനാവില്ല. പക്ഷെ യാക്കോബ് അവതരിപ്പിച്ചു വന്ന ഈ ആവർത്തന പ്രയോഗത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുപോയത് ഈ ചിന്തകളിലേക്കാണ്. എന്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ആൾ കുറയുന്നു? സ്പെഷ്യൽ മീറ്റിങ്ങുകൾ വെച്ചാൽ, ഉണർവ് യോഗങ്ങൾ വെച്ചാൽ ആളുകൾ കൂടും. പക്ഷെ ഒരു പ്രാർത്ഥനാ മീറ്റിംഗ് വെച്ചാൽ ആളുകൾ കുറവാണ്. അത് ഇപ്പൊ ഞാനൊരു 4 വർഷമായി ഒരു പുതിയ പ്രവർത്തനം ആരംഭിച്ചു. ദീർഘവർഷങ്ങൾ പഴയ സഭയുടെ ചാർജിൽ മാത്രം ഇരുന്നിരുന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞൊന്ന് പുറത്തോട്ടിറങ്ങാൻ, ഒന്ന് താഴോട്ടിറങ്ങാൻ. സാധാരണ നമ്മുടെ ഇടയിൽ 25 കുടുംബങ്ങളുള്ള ഒരു സഭയുടെ പാസ്റ്ററായിട്ട് ഇരുന്നാൽ സ്ഥലം മാറ്റത്തിന് ഒരു 30ഓ 35ഓ കുടുംബമുള്ള എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തു പോവുകയാണ്. പ്രൊമോഷൻ. അപ്പൊ അങ്ങനെ തന്നെയായിരുന്നു എന്റെയും യാത്ര. പക്ഷെ എവിടെയോ ഒരു അസംതൃപ്തി എന്നെ അലട്ടിയിരുന്നു. ശുശ്രൂഷയിൽ ഒരു സംതൃപ്തിക്കുറവ്.
ഇപ്പൊ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു താഴോട്ടിറങ്ങാൻ. എന്നോട് താഴോട്ടിറങ്ങാൻ ഇടപെട്ടതൊരു വേദഭാഗത്തിലൂടെയാണ്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം തന്നെത്താൻ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി അനുസരണമുള്ളവനായി. അത്രയും താഴോട്ട് വന്ന കർത്താവാണ് മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചത്. അപ്പൊ എനിക്ക് മനസ്സിലായി, ശരിയായ വിടുതലിന്റെ ശുശ്രൂഷ വെളിപ്പെടണമെങ്കിൽ ആമേൻ ഈ പ്രൊമോഷൻ ആ കാഴ്ചപ്പാടിൽ മുമ്പോട്ട് പോകുന്ന ഒരാൾ, അങ്ങനെയുള്ളവരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ഒരു വിടുതലിന്റെ അക്ഷരത്തിന്റെ ശുശ്രൂഷ ഒരുപക്ഷെ ഭംഗിയായി ചെയ്തു എന്ന് വന്നേക്കാം. പക്ഷേ ഒരു വിടുതലിന്റെ ശുശ്രൂഷ അങ്ങനെയുള്ളവരിൽ വെളിപ്പെട്ട് കാണാൻ വളരെ വിഷമമാണ്. അപ്പൊ ഈ ചിന്തകളാണ് താഴോട്ടിറങ്ങാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഞാൻ ഈ 4 വർഷത്തിനിടയിൽ പുതുതായി ആരംഭിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ആ ലോക്കൽ സഭയിൽ ഈ കാര്യം ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. എല്ലാ വെള്ളിയാഴ്ച തോറും രാത്രി 8 മണി മുതൽ 11 മണി വരെ ഒരു പ്രയർ മീറ്റിംഗ് ഉണ്ട് ചർച്ചിൽ. മധ്യസ്ഥ പ്രാർത്ഥനയാണ്. 45ഓളം കുടുംബങ്ങളുള്ള ചർച്ചിൽ ആ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരുന്നത് മാക്സിമം 15 പേരിൽ താഴെ. പ്രസംഗമില്ല ആ യോഗത്തില്, പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. സമയമില്ലാഞ്ഞിട്ടല്ല പലരും വരാത്തത്. ഞാൻ ഇവിടെയൊക്കെ അതിന്റെ ഉത്തരം കണ്ടു. പ്രിയരെ, നമ്മളൊക്കെ കാഹളധ്വനി കാത്തിരിക്കുന്നവരും പോകാൻ ഒരുങ്ങിയിരിക്കുന്നവരും ഒക്കെയാണെന്ന് പറയുമ്പോൾ തന്നെ ഒരു പൊളിച്ചെഴുത്ത് നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ ആവശ്യമുണ്ട് എന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ ആമേൻ എന്ന് പറയാൻ, ആമേൻ അങ്ങനെ തന്നെയാണ് കർത്താവേ എന്ന് പറയാൻ മനസ്സുള്ളവരെയാണ് ഈ തലമുറയിൽ ദൈവം അന്വേഷിക്കുന്നത്. സ്തോത്രം. അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ താഴാൻ നമുക്ക് കഴിയട്ടെ. അപ്പോ ഞാൻ ആ ഭാഗവും വിടുന്നു. പ്രാർത്ഥനയെക്കുറിച്ച് 6-7 തവണ ആവർത്തിച്ച യാക്കോബ് പാപത്തെക്കുറിച്ചും ആവർത്തിച്ചു പറഞ്ഞു. അപ്പോ പ്രാർത്ഥിക്കുന്നവൻ പാപം ചെയ്യില്ല, പാപം ചെയ്യുന്നവൻ പ്രാർത്ഥിക്കത്തില്ല. പാപത്തോട് അടുപ്പമുള്ള ഒരാൾക്ക് പ്രാർത്ഥനയോട് നല്ല അകലമായിരിക്കും. പ്രാർത്ഥനയോട് അടുപ്പമുള്ള ഒരാൾക്ക് പാപത്തോട് നല്ല അകലമായിരിക്കും. അതല്ലേ വിശുദ്ധ ജീവിതം? ആമേൻ. അതല്ലേ വിശുദ്ധന്റെ ജീവിത ശൈലി? ഹല്ലേലൂയ. ഈ തലമുറയിൽ നമ്മുടെ കൂട്ടായ്മ, നിങ്ങളുടെ കൂട്ടായ്മ, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാം ആ ആത്മീയതയിലേക്ക്, ആ ലെവലിലേക്ക് നമ്മൾ വരട്ടെ. അതിനായി ഈ കോവിഡ് കാലം നമ്മെ സഹായിക്കട്ടെ എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. വരാം നമുക്ക് പെട്ടെന്ന് നമ്മുടെ കുറിവാക്യത്തിലേക്ക്. 15-16 വാക്യമാണ് നമ്മൾ വായിച്ചത്. അതിൽ 15-ാം വാക്യത്തിന്റെ ആദ്യത്തെ വാചകവും 16-ാം വാക്യത്തിന്റെ അവസാനത്തെ വാചകവും ആണ് നമ്മൾ ഒന്ന് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. 15-ാം വാക്യത്തിന്റെ ആദ്യത്തെ വാചകം എന്ന് പറയുന്നത് വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. എനിക്ക് ആ വാക്യം ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ അതിനകത്ത് വേറൊരു നല്ല മെസ്സേജ് ഉണ്ട്. രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. രക്ഷിക്കും, എഴുന്നേൽപ്പിക്കും, ക്ഷമിക്കും. രക്ഷിക്കുന്ന കർത്താവ്, എഴുന്നേൽപ്പിക്കുന്ന കർത്താവ്, ക്ഷമിക്കുന്ന കർത്താവ്. അത് വേറൊരു സന്ദേശമാണ്. അതൊരു നല്ല സന്ദേശമാണ്. യാക്കോബിന്റെ ലേഖനം നമ്മൾ പഠിച്ചാൽ ഇതിനകത്തൊരു പുള്ളിയും കോമയും പോലും നമുക്ക് കളയാനില്ല. അത്രയ്ക്ക് മനോഹരമാണ്, ആത്മീകോത്തേജനപ്രദമാണ് യാക്കോബിന്റെ 5 അധ്യായങ്ങളുള്ള ഈ കൊച്ചു ലേഖനം. അപ്പോ ഒന്നാമത്തെ ഭാഗം, എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. രണ്ടാമത്തെ വാചകം 16-ാം വാക്യത്തിന്റെ അവസാനത്തെ വാചകമാണ്. 16-ാം വാക്യത്തിന്റെ അവസാനത്തെ വാചകം, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. ഈ 2 വാചകങ്ങളാണ് നമ്മൾ ഒരല്പം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ എന്റെ മുമ്പിലുള്ള സമയപരിധി. നോക്കിക്കേ, 2 വാചകം. ഒന്ന്, വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും.
2, ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. പ്രാർത്ഥനയെക്കുറിച്ചുള്ള യാക്കോബിന്റെ 2 സ്റ്റേറ്റ്മെന്റ് അത് വളരെ വളരെ ഗൗരവമായി ദൈവമക്കൾ ശ്രദ്ധിക്കണം. എല്ലാവരും വേദപുസ്തകം തുറന്നു വെച്ചാണ് ഈ യോഗത്തിൽ സംബന്ധിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. നോക്കിക്കേ, ഈ വാചകങ്ങളെ നമുക്ക് കുറച്ചുകൂടെ ചെറുതാക്കാൻ പറ്റും. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന രക്ഷിക്കും എന്ന് പറഞ്ഞ് അവസാനിക്കുന്നു ആ വാചകം. അപ്പൊ രക്ഷിക്കുന്ന പ്രാർത്ഥന, അതിനെ ഒരു നല്ല വാചക ഘടന പ്രയോഗത്തിന് കൊടുത്താൽ രക്ഷാകരമായ പ്രാർത്ഥന എന്ന വാചകത്തെ വിളിക്കാം. ഏത് വാചകത്തെ? 15-ാം വാക്യത്തിന്റെ ആദ്യത്തെ വാചകത്തെ രക്ഷാകരമായ പ്രാർത്ഥന എന്ന് വിളിക്കാം. കാരണം ആ വാക്യം ശ്രദ്ധിച്ചാൽ അതാണല്ലോ, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. അപ്പം രക്ഷിക്കുന്ന പ്രാർത്ഥന അഥവാ രക്ഷാകരമായ പ്രാർത്ഥന. അപ്പോ ഒരു പ്രാർത്ഥന രക്ഷാകരമായി മാറുന്നത് എപ്പോൾ, അഥവാ വിടുതലിലേക്ക് മാറുന്നത് എപ്പോൾ, ഒരു പ്രാർത്ഥനയിലൂടെ വിടുതൽ സംഭവിക്കുന്നത് എപ്പോൾ? പ്രാർത്ഥിക്കാൻ ആ വ്യക്തി എത്ര ദിവസം എടുത്തു എന്നതിനെ ആശ്രയിച്ചല്ല, എത്ര സമയം എടുത്തു എന്നതിനെ ആശ്രയിച്ചും അല്ല, ഭംഗിയായി പ്രാർത്ഥിച്ചോ മനോഹരമായി പ്രാർത്ഥിച്ചോ എന്നതിനെ ആശ്രയിച്ചും അല്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുവോ എന്നുള്ളതിനാണ് അവിടെ പ്രസക്തി. എന്തുകൊണ്ടോ എനിക്കും ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. നമ്മുടെ ആളുകളുടെ ഇടയിൽ, പെന്തക്കോസ്ത് സമൂഹത്തിൽ തന്നെ ഈ സമുദായക്കാരുടെ ഇടയിലുള്ളതുപോലെ ദിവസങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പ്രാർത്ഥനാ ശൈലി നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഉണ്ട്, പിന്തുടർന്നു പോരുക. ഞാൻ അതിനെ വിമർശിക്കുകയല്ല. പക്ഷെ ഞാൻ ശുശ്രൂഷിക്കുന്ന ഒരു സഭകളിലും ഈ 3 ദിവസം, 7 ദിവസം, 21 ദിവസം, 40 ദിവസം അങ്ങനെ ഒരു കണക്ക് വെച്ച് ഞാൻ പ്രാർത്ഥന വെച്ചിട്ടില്ല. അതിന്റെ കാര്യം എന്നെ പഠിപ്പിച്ച, ഞാൻ പറഞ്ഞല്ലോ നിത്യതയിൽ വിശ്രമിക്കുന്ന എന്നെ സ്വാധീനിച്ച പാസ്റ്റർ PC സാമുവലിന്റെ പഠിപ്പിക്കൽ അങ്ങനെയായിരുന്നു. നമ്മൾ ദിവസങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് പുറത്തു പോകുകയാണ്. ആണ്ടുകളും കാലങ്ങളും ദിവസങ്ങളും നോക്കുന്നത് നിങ്ങൾക്കുള്ളതല്ല എന്നാണ് ശ്ലീഹ പൗലോസ് പറഞ്ഞിട്ടുള്ളത്. ഈ 3 ദിവസം എന്നുള്ളത് 2 ആക്കിയാൽ എന്നാ കുഴപ്പം, അല്ലെ 4 ആക്കിയാൽ എന്നാ കുഴപ്പം? അതില്ല, 2 ദിവസവും വെക്കത്തില്ല, 4 ദിവസവും വെക്കത്തില്ല, നമ്മൾ 3 ദിവസമേ വെക്കൂ. കാരണം ബൈബിളിൽ ചിലയിടത്ത് 3 ദിവസത്തെ പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കണ്ടോ, ശരിക്കും പറഞ്ഞാൽ അതും ഈ 3 ദിവസത്തെ പ്രാർത്ഥന അതും പഴയ നിയമത്തിലാണ്, അല്ലെ? പഴയ നിയമത്തിലാണ് എന്ന് കരുതി ഞാൻ പഴയ നിയമത്തെ വെറുക്കുകയല്ല. എന്തോ ഒരു ആചാരക്രമം പോലെ ചിലർ പറയാറുണ്ട്, ഞാൻ 7 വെള്ളിയാഴ്ച ഉപവാസം എടുത്ത് അതെല്ലാം ഏതാ ഈ വെള്ളിയാഴ്ച നോയമ്പ് പോലെ അങ്ങനെ പോകുന്നു. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്തോ ഒരു ആചാരപരമായ ബന്ധനമുള്ളതുപോലെ ചിലപ്പോഴൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട്. ഞാൻ ആ ഭാഗങ്ങൾ വിടട്ടെ പ്രിയരെ. അപ്പോ പ്രാർത്ഥിക്കാൻ നമ്മൾ എടുക്കുന്ന ദിവസങ്ങൾക്ക് ബൈബിൾ പ്രസക്തി നൽകിയിട്ടില്ല. ഇല്ല, സമയത്തിന് പ്രസക്തി നൽകിയിട്ടില്ല. കർത്താവ് പോലും പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞത് എന്താ? സദാകാലവും പ്രാർത്ഥിക്കാനാ പറഞ്ഞത്. അപ്പൊ അവിടെ എവിടെ സമയം? സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞിരിപ്പാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കും, എല്ലാ കാലവും. അപ്പൊ അതിന് പ്രത്യേക കാലമില്ല, നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളില്ല. ലൂക്കോസ് 18 യേശു പറഞ്ഞു, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് അവൻ അവരോടൊരു പറഞ്ഞു. അപ്പൊ പ്രാർത്ഥിക്കേണ്ടത് എപ്പോഴുമാണ്. വല്ലപ്പോഴും ഒരിക്കൽ 3 മാസം കൂടുമ്പോൾ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, ഇതെല്ലാം നമ്മൾ വിട്ടുപോകുന്ന ട്രഡീഷനിൽ നിന്ന് അറിയാതെ നമ്മളെ ഗ്രസിച്ച ചില ആചാരങ്ങളുടെ ഭാഗമായിട്ട് മാത്രമേ എനിക്കതിനെ കാണാൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ ആശയത്തോട് എല്ലാവരും പൊരുത്തപ്പെടുന്നവരാകണമെന്നില്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായ വീക്ഷണം വേദപുസ്തക വെളിച്ചത്തിൽ നിങ്ങളെ ഒന്ന് ഓർപ്പിച്ചെന്നുമുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോ രക്ഷാകരമായ പ്രാർത്ഥന,
രക്ഷാകരമായ പ്രാർത്ഥനയുടെ അടിസ്ഥാനം യാക്കോബ് പറഞ്ഞു വിശ്വാസം. അപ്പൊ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയാണ് രക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ വിടുവിക്കുന്നത്. വിടുവിക്കുന്ന പ്രാർത്ഥന, രക്ഷിക്കുന്ന പ്രാർത്ഥന, രക്ഷാകരമായ പ്രാർത്ഥന. അപ്പോ രക്ഷാകരമായ പ്രാർത്ഥനയുടെ അടിസ്ഥാനം വിശ്വാസം. ഈ രണ്ടാമത്തെ വാചകം, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. എനിക്ക് ആ പദം ഭയങ്കര ഇഷ്ടമാണ് പ്രിയരെ. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിക്കുക. ഫലിക്കുന്നല്ല യാക്കോബ് പറഞ്ഞു, വളരെ ഫലിക്കുന്നു. അപ്പോ ഫലിക്കുന്നു എന്ന് പറഞ്ഞാണ് ഈ വാചകം അവസാനിക്കുന്നത്. രക്ഷിക്കും എന്ന് പറഞ്ഞ് അവസാനിച്ച ആദ്യ വാചകത്തെ നമ്മൾ രക്ഷിക്കുന്ന പ്രാർത്ഥനയെന്നോ രക്ഷാകരമായ പ്രാർത്ഥനയെന്നോ വിളിച്ചെങ്കിൽ, ഫലിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ഈ വാചകത്തെ വാചക ഘടന അനുസരിച്ച് അർത്ഥവും ആശയവും ചോർന്നു പോകാതെ നമുക്ക് എങ്ങനെ പറയാം? ഫലകരമായ പ്രാർത്ഥന ആണ്. ഫലിക്കുന്ന പ്രാർത്ഥന, ഫലകരമായ പ്രാർത്ഥന. ഈ കണ്ടന്റ് മറന്നു പോകാതിരിക്കാനാണ് ഇങ്ങനെ ഞാൻ ദൈവമക്കളെ ഓർപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥന എപ്പോഴാണ് ഫലകരമാകുന്നത്? ആർക്കാണ് പ്രാർത്ഥന ഫലം ചെയ്യുന്നത്? ഫലിക്കുന്നത് എപ്പോഴാണ് പ്രാർത്ഥന? ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ. അപ്പൊ ഫലകരമായ പ്രാർത്ഥനയുടെ അടിസ്ഥാനം ശ്രദ്ധ. സ്തോത്രം. എത്ര മനോഹരമാണ് അല്ലെ? യാക്കോബിന്റെ പഠന സംവേദന രീതി എന്ന് പറയുന്നത് നിസാരമായി കണ്ടുകൂടാ. ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥനയുടെ ഭാഗമായി ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഞാൻ ഇപ്പം നമ്മൾ പറഞ്ഞ ഈ വാക്കുകളിൽ നിന്ന്, വാചകങ്ങളിൽ നിന്ന് ഒരു ദൂതില്ലേ അതിനകത്ത്? സ്തോത്രം. ഒരു ദൂതുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട്, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ദൈവാത്മാവിൽ ഞാൻ ആ ദൂത് പറയട്ടെ. സ്തോത്രം. വിശ്വസിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിനക്കൊരു വിടുതലുണ്ട്. ആമേൻ. ഇത് ടി.ഡി. ബാബുപ്പാസിന്റെ ദൂതല്ല, ഇത് യാക്കോബിന്റെ ദൂതുമല്ല. പരിശുദ്ധാത്മാവ് വചനത്തിൽ യാക്കോബിലൂടെ കുറിച്ച ദൂതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിനക്കൊരു വിടുതലുണ്ട്. ആമേൻ. 2, ശ്രദ്ധിച്ചു പ്രാർത്ഥിച്ചാൽ ഫലമുണ്ട്. അപ്പൊ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ഈ ഒരു ഫലം കാണാൻ പോകുകയാണ്. മിനിങ്ങാന്ന് രാത്രി എനിക്ക് വർഷങ്ങൾ പരിചയവും അടുപ്പമുള്ളൊരു വാക്യമായത്. പക്ഷെ മിനിങ്ങാന്ന് രാത്രി ഈ വചനം ഒന്നുകൂടെ ധ്യാനിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഹൃദ്യമായി ഒന്നുകൂടി ഇടപെട്ടൊരു ദൂതി ഞാൻ പറയാം. ഈ 2020 തീരുന്നതിന് മുൻപ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഫലം, ആമേൻ, എന്റെ ശുശ്രൂഷയിൽ ഞാൻ കാണും. അത് ദൈവാത്മാവ് എനിക്ക് തന്ന ഉറപ്പാണ്. ഇന്ന് രാത്രി ഞാൻ ആ ഉറപ്പ് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് കൈമാറുന്നു ആത്മാവിൽ. ഇതുവരെ അല്ലെങ്കിൽ ഒരു ഫലം കാണാൻ കാത്തിരുന്നിട്ട്, കൊതിച്ചിരുന്നിട്ട്, പ്രാർത്ഥിച്ചിട്ട് ഇനിയും ഒരു ഫലം കാണാത്തതിൽ ദുഃഖം അനുഭവിക്കുന്ന ചില ഹൃദയങ്ങൾ, സങ്കടപ്പെടുന്ന ചില ഹൃദയങ്ങൾ ഇന്ന് രാത്രി ഈ വചനം ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ആത്മനിയോഗത്താൽ പറയട്ടെ, നിങ്ങളൊരു ഫലം കാണാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മൾ വ്യവസ്ഥകളിലേക്ക് വരണം. പ്രാർത്ഥന രണ്ടാമതാണ്, വ്യവസ്ഥയാണ് ഒന്നാമത്. അത് ശ്രദ്ധിച്ചാൽ അറിയാം. യാക്കോബ് അങ്ങനല്ലേ പറഞ്ഞു? വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. അപ്പം വിശ്വാസമാണോ ആദ്യം വേണ്ടത്? പ്രാർത്ഥനയാണ് ആദ്യം വേണ്ടത്. പ്രാർത്ഥിച്ചേച്ച് വിശ്വസിക്കുകയല്ല, വിശ്വസിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അപ്പോ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കുകയല്ല, ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ വ്യവസ്ഥയല്ലേ? വിശ്വാസവും ശ്രദ്ധയും എന്ന് പറയുന്നത് 2 വ്യവസ്ഥകളാണ്. ശരിക്കും പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ചേർന്ന് നിൽക്കേണ്ടത്, അടുത്തു വരേണ്ടത് വ്യവസ്ഥകളോടാണ്. എന്നെ സങ്കടപ്പെടുത്തുന്ന, ഈ തലമുറയെ സങ്കടപ്പെടുത്തുന്ന, ഒരു ശുശ്രൂഷകൻ എന്നുള്ളതിൽ സങ്കടപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇവിടെ, വ്യവസ്ഥകൾ പാലിക്കാതെ നടക്കുന്ന പ്രാർത്ഥനകൾ, ഉപവാസങ്ങൾ. ഉപവാസങ്ങൾ എന്ന് തന്നെ പറയാമോ എന്ന് എനിക്കത്. ഉപവാസം മാമാങ്കങ്ങൾ, വലിയ നോട്ടീസും ഒക്കെ അടിച്ച്. ശരിക്കും ഉപവാസം എന്ന് പറഞ്ഞ ആത്മതപനമാണ്, ദൈവത്തോടു കൂടെ. ഈ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 3 ആഴ്ച മുമ്പ് ഒരു ദൈവദാസനുമായി സംസാരിച്ചു വന്നു. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന് 10,000 രൂപ കടമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ കടം? അത് 21 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ചു, 21 ദിവസം 21 ഗസ്റ്റായിരുന്നു.
ഞാൻ എന്നിട്ട് അപ്പൊ ഈ 21 ഗസ്റ്റിന് ഫുഡ്, പിന്നെ ആ ഗസ്റ്റിന് കൂടെ വരുന്നവർക്ക്, പിന്നെ അവിടെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കുന്നവർക്ക് ഫുഡ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഒരു ഉപവാസ പ്രാർത്ഥനയുടെ ദിവസം കുറഞ്ഞത് ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ എത്ര പേർക്ക്? കുറഞ്ഞതൊരു 10-12 പേർക്കെങ്കിലും ഉള്ള ഫുഡ് നമ്മൾ കരുതണം. അപ്പൊ 21 ദിവസം ഉപവാസമാണ്, പക്ഷെ മീനും ഇറച്ചിയും ഒക്കെ കൂട്ടി സുഭിക്ഷമായ ഭക്ഷണമാണ്. അപ്പോ ചർച്ചിന് ചെറിയൊരു തുകയെ കിട്ടിയുള്ളൂ. അപ്പൊ ഇദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുത്താണ് പാസ്റ്റേഴ്സിനെ, ഗസ്റ്റിനെ എല്ലാം വിളിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു, ടോട്ടൽ എത്ര രൂപ ചെലവായി? 21 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞപ്പോ 1,20,000 രൂപ ചെലവായി. ഞാൻ ചോദിച്ചിട്ട് ഇപ്പം ആ ഉപവാസം കഴിഞ്ഞിട്ട് ചർച്ചിന്റെ അവസ്ഥ എങ്ങനെ? വലിയ മാറ്റമൊന്നുമില്ല പാസ്റ്റർ, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ്, ഞാൻ അദ്ദേഹത്തോട് ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഞാൻ അതിൽ നിന്ന് പഠിച്ച ഒരു പാഠം ഞാൻ പറയാം. ഗൗരവമായി ദൈവമക്കൾ അത് കാണണം. ഇപ്പൊ 2 പേര് തമ്മിൽ മിണ്ടാതിരിക്കുകയാണെങ്കിൽ, കൈ കൊടുക്കാതിരിക്കുകയാണെങ്കിൽ, കാണുമ്പോൾ ചിരിക്കാതിരിക്കുകയാണെങ്കിൽ, ആദ്യം പരിഹരിക്കപ്പെടേണ്ടത് ആ വിഷയമാണ്. ആദ്യം അവർ ഐക്യതയിലേക്ക് വരണം. അതാണ് വ്യവസ്ഥ. യേശു എന്താ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത്? നിങ്ങളിൽ 2 പേർ ഐകമത്യപ്പെട്ട് പുത്രന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത്. അപ്പോ പുത്രന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുക എന്നല്ല ഒന്നാമത്തെ കാര്യം. നിങ്ങൾ 2 പേർ ഐകമത്യപ്പെട്ട. അപ്പൊ ആദ്യം ഐകമത്യം, പിന്നെ പ്രാർത്ഥന. കണ്ടോ? യേശു പോലും പ്രിയരെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. നമ്മുടെ ഇടയിൽ ഈ ചടങ്ങുകൾക്കു വേണ്ടി, പേരിനും പ്രശസ്തിക്കും വേണ്ടി, മാസികയിലിടാൻ വേണ്ടി മാത്രം കാട്ടിക്കൂട്ടുന്ന പ്രാർത്ഥനാ സംരംഭങ്ങളും കർത്താവുമായിട്ട് പുലബന്ധം പോലും ഇല്ലെന്നുള്ള സത്യം ദൈവമക്കളെ നമ്മൾ തിരിച്ചറിയാം. നമുക്ക് വ്യവസ്ഥകളിലേക്ക് വരാം ഈ ദിവസങ്ങൾ. സ്തോത്രം. വിശ്വസിക്കാൻ തയ്യാറാകാം, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. യാക്കോബ് ഇവിടെ ഉറപ്പ് പറയുന്നു, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. ഒരു വിടുതലുണ്ട്, വിശ്വസിക്കുന്ന ഭക്തന് വിടുതലുണ്ട്. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന ഭക്തൻ ഫലം കാണും. ഹല്ലേലൂയ. അതെ, ഞാൻ ആത്മനിയോഗത്താൽ പറയട്ടെ, വ്യവസ്ഥകളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആരെങ്കിലും, വ്യവസ്ഥകളോട് ചേർന്നു പോകാൻ മനസ്സില്ലാത്ത ആരെങ്കിലും ഇന്ന് രാത്രി വചനം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വ്യവസ്ഥകൾ പാലിക്കാം. ആരോടെങ്കിലും മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാം, കൈ കൊടുക്കാം, ചിരിക്കാം, ഒന്ന് സ്നേഹിക്കാം. ആമേൻ. ഐക്യപ്പെടാം. ഞാൻ പോകട്ടെ, ആ ഭാഗത്ത് ഞാൻ നിൽക്കുന്നില്ല. വ്യവസ്ഥകളെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് രാത്രി ഈ സന്ദേശത്തിന്റെ ഒരു ഭാഗം അതാണ്, വ്യവസ്ഥകൾ. അപ്പൊ ഇനി നമുക്ക് ആ 2 വാചകങ്ങൾ ഒന്നുകൂടെ നോക്കാം. രക്ഷാകരമായ പ്രാർത്ഥന, ഫലകരമായ പ്രാർത്ഥന. രക്ഷാകരമായ പ്രാർത്ഥനയുടെ അടിസ്ഥാനം വിശ്വാസവും ഫലകരമായ പ്രാർത്ഥനയുടെ അടിസ്ഥാനം ശ്രദ്ധയും. അപ്പൊ വിശ്വാസവും ശ്രദ്ധയും എന്നുള്ളത് വ്യവസ്ഥകളാണ്. രക്ഷ ഫലം അഥവാ വിടുതൽ ഫലം എന്നുള്ളത് ആ വ്യവസ്ഥ പാലിച്ചുള്ള പ്രാർത്ഥനയുടെ റിസൾട്ടാണ്. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ എനിക്ക് പറയാൻ നിയോഗമുള്ളത് കൊണ്ട് പറയാം, നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഒരു ഫലം കാണും. വിശ്വസിക്കുക. പ്രാർത്ഥനാ വിഷയം എന്തുമായി കൊള്ളട്ടെ, ഈ വചനം നമുക്ക് ഇന്ന് രാത്രി ഉറപ്പ് തരുന്നു. വ്യവസ്ഥ പാലിച്ച് പ്രാർത്ഥിക്കാൻ ഹല്ലേലൂയ ഉറച്ച ഒരു തീരുമാനം എടുക്കുന്നെങ്കിൽ ഒരു വിടുതൽ നമ്മൾ കാണും, ഒരു ഫലം നമ്മൾ കാണും. ഇനി ഈ ആശയം യാക്കോബ് പറഞ്ഞു വന്നിട്ട് പെട്ടെന്ന് 17-ാം വാക്യം തുടങ്ങുന്നത് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞു. അതെന്താണ് ആ വാക്യഘടനയുടെ അർത്ഥം? അതെന്താണ് നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്ന് പറഞ്ഞാൽ, രക്ഷാകരമായ പ്രാർത്ഥനയുടെ അടിസ്ഥാനം വിശ്വാസമാണ് എന്നുള്ളതിനും ഫലകരമായ പ്രാർത്ഥനയുടെ അടിസ്ഥാനം ശ്രദ്ധയാണ് എന്നുള്ളതിനും, അഥവാ ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചാൽ, വിശ്വസിച്ചു പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ട്, രക്ഷയുണ്ട് എന്നുള്ളതിനും,
ശ്രദ്ധിച്ചു പ്രാർത്ഥിച്ചാൽ ഫലമുണ്ട് എന്നുള്ളതിനും ഏലിയാവ് നമുക്ക് സമസ്വഭാവമുണ്ട് മനുഷ്യൻ. അങ്ങനെയാ യാക്കോബ് ആ വാക്യം കണക്ട് ചെയ്യുന്നത്, ബന്ധിപ്പിക്കുന്നത്. നോക്കിക്കോ, എന്ന് പറഞ്ഞാൽ യാക്കോബ് ഇവിടെ അവതരിപ്പിച്ചു വരുന്നത് ഏലിയാവിൽ നിന്ന്, ഏലിയാവിന്റെ പ്രാർത്ഥനയിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞു വന്ന ദൂതുകൾ സമർത്ഥിക്കാൻ കഴിയും എന്നാണ് യാക്കോബ് പറഞ്ഞു വന്നതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുറിവാക്യം, നമ്മുടെ ചിന്താ വിഷയം സമർത്ഥിക്കണമെങ്കിൽ, തെളിയിക്കണമെങ്കിൽ ഏലിയാവിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്, ഏലിയാവിന്റെ പ്രാർത്ഥനയിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്. പഴയ നിയമം നമ്മൾ പഠിച്ചാൽ, എനിക്ക് ഈ യാക്കോബിന്റെ കാര്യം പറഞ്ഞതുപോലെ പഴയ നിയമത്തിൽ എന്നെ ഒത്തിരി സ്വാധീനിച്ച ഒരാളാണ് ഏലിയാവ് കേട്ടോ. 40 വർഷം ശുശ്രൂഷിച്ച മോശയേക്കാളൊക്കെ എന്നെ സ്വാധീനിച്ചത് ശരിക്കും ഏലിയാവാണ്. കാരണം വലിയ അഡ്രസ് ഒന്നുമില്ല മനുഷ്യനല്ലേ. അത് ചരിത്ര ഗ്രന്ഥങ്ങൾ നിങ്ങൾ പറഞ്ഞു നോക്കൂ, എന്തോ ബാക്ക്ഗ്രൗണ്ട് ഏലിയാവ്, തിഷ്ബിയിൽ നിന്നുള്ള തിഷ്ബ്യനായ ഏലിയാവ്. വലിയ ചുറ്റുപാടും പശ്ചാത്തലവും ഒന്നുമില്ല, നമ്മുടെ ഭാഷ പറഞ്ഞ വലിയ അഡ്രസ് ഒന്നുമില്ല. പക്ഷേ തന്റെ ശുശ്രൂഷയ്ക്ക് ഭയങ്കര അഡ്രസ്സായിരുന്നു. ഓ സ്തോത്രം, ഞാൻ പറഞ്ഞു മനസ്സിലായി. അഡ്രസ് വലിയ കാര്യമായിട്ടില്ല, പക്ഷെ ശുശ്രൂഷയ്ക്ക് ഭയങ്കര അഡ്രസ്സാണ്. ഏലിയാവിന്റെ മാതാപിതാക്കളെ കുറിച്ചോ കുടുംബ പശ്ചാത്തലത്തെ കുറിച്ചോ ഒന്നും ബൈബിളിലില്ല, ചരിത്രത്തിലും അധികം രേഖകളില്ല, അധികം പറയാനില്ല ഏലിയാവ്. അതേ പറഞ്ഞു. അപ്പോ ഞാൻ അതിൽ നിന്ന് പഠിച്ചൊരു പാഠമുണ്ട്. അഡ്രസ് ഇല്ലാത്ത പലർക്കും ശുശ്രൂഷയുണ്ട്, എന്നാൽ ശുശ്രൂഷയുള്ള പലർക്കും അഡ്രസ് ഇല്ല. ഇത് ഞാൻ തിരിച്ചറിഞ്ഞൊരു സത്യമാണ്. എനിക്ക് തോന്നുന്നു ഇത് വളരെ ചില സമയമെടുത്ത് വിശദീകരിക്കേണ്ട ഭാഗമാണ്, പക്ഷെ ഈ യോഗത്തിൽ ഞാൻ അതിന് സമയമെടുക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ അഡ്രസ് ഉള്ള പലർക്കും ശുശ്രൂഷയില്ല, ശുശ്രൂഷയുള്ള പലർക്കും അഡ്രസ് ഇല്ല. ആ ഭാഗം വിടുന്നു. ഏലിയാവിനെ സ്വാധീനിച്ച ഒരുപാട് ഘടകങ്ങളുണ്ട്, അങ്ങോട്ട് പോകാൻ നമുക്ക് നേരമില്ല. യാക്കോബ് എന്നെ സ്വാധീനിച്ചതിന്റെ ഒരു കാരണം ഞാൻ പറഞ്ഞതുപോലെ ഏലിയാവ് എന്നെ സ്വാധീനിച്ചതിന്റെ കാരണങ്ങൾ പലതുണ്ട്. അതിൽ ഓർമ്മയെങ്കിലും പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അതിന് സമയമില്ല. ഞാൻ ആ ഭാഗം വിടുന്നു. ഏലിയാവിൻ്റെതായി നമ്മൾ ബൈബിളിൽ 5 പ്രാർത്ഥനകളാണ് കാണുന്നത് ഏലിയാവിൻ്റെതായി. ഏലിയാവ് അതുകൊണ്ട് ആകെ 5 തവണയെ പ്രാർത്ഥിച്ചുള്ളൂ എന്ന് നമ്മൾ ആരും കരുതുകയില്ല എന്നെനിക്കറിയാം. അതാണ് അതിന്റെ ശരി. രേഖപ്പെടുത്തിയിട്ടുള്ള 5 പ്രാർത്ഥന ഏലിയാവിന്റെ. 1, മഴ പെയ്യാതിരിക്കാൻ ഏലിയാവ് പ്രാർത്ഥിച്ചു. 2, മരിച്ചുപോയ സരപ്തയിലെ വിധവയുടെ മരിച്ചുപോയ കുഞ്ഞിന്റെ പ്രാണൻ തിരിച്ചു വരാൻ പ്രാർത്ഥിച്ചു. 3, യാഗപീഠത്തിന്റെ മേൽ കർമ്മേൽ പർവ്വതത്തിൽ തീ ഇറങ്ങാൻ പ്രാർത്ഥിച്ചു. 4, മഴ പെയ്യാൻ പ്രാർത്ഥിച്ചു. 5, സ്വന്തം പ്രാണൻ എടുക്കാൻ പ്രാർത്ഥിച്ചു. ഇതാണ് ബൈബിളിൽ നമ്മൾ കാണുന്ന ഏലിയാവിന്റെ 5 പ്രാർത്ഥനകൾ. അതിൽ 2 പ്രാർത്ഥനകൾ യാക്കോബ് തന്നെ ഇവിടെ 17-18 വാക്യങ്ങളിൽ, 5ന്റെ 17-18 വാക്യങ്ങളിൽ യാക്കോബ് തന്നെ 2 പ്രാർത്ഥനയെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ ഏലിയാവിന്റെ 5 പ്രാർത്ഥന ഇതാ. അതിനെക്കുറിച്ച് ആ ഭാഗം ഞാൻ വിടുന്നു. ആ 5 പ്രാർത്ഥനയെ കുറിച്ചും ഒരു 2 സെന്റൻസ് എങ്കിലും പറഞ്ഞു പോകാൻ വകുപ്പും വകയും അതിനകത്തുണ്ട്. 2 അല്ല ഞാൻ പറഞ്ഞത്. ആ ഭാഗം അങ്ങനെയുള്ള വിശദീകരണത്തിലേക്ക് ഞാൻ പോകാതെ തിരിച്ചു വരട്ടെ. അപ്പൊ ഏലിയാവിന്റെ 5 പ്രാർത്ഥന: മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിച്ചു, മരിച്ച കുഞ്ഞിന്റെ മരിച്ചു പോയ പ്രാണൻ തിരിച്ചു വരാൻ പ്രാർത്ഥിച്ചു, കർമ്മേൽ പർവ്വതത്തിൽ യാഗപീഠത്തിന്റെ മേൽ തീ ഇറങ്ങാൻ പ്രാർത്ഥിച്ചു, മഴ പെയ്യാൻ പ്രാർത്ഥിച്ചു, പ്രാണനെ എടുക്കാൻ പ്രാർത്ഥിച്ചു. അപ്പൊ മഴ പെയ്യാനും മഴ പെയ്യാതിരിക്കാനും പ്രാർത്ഥിച്ചു. അത് 2 പ്രാർത്ഥന. പോയ പ്രാണൻ വരാനും ഇവിടെ ഉള്ള ഏലിയാവിന്റെ പ്രാണൻ പോകാനും പ്രാർത്ഥിച്ചു. അത് മറ്റ് 2 പ്രാർത്ഥന. മറ്റൊന്ന് തീ ഇറങ്ങാൻ പ്രാർത്ഥിച്ചു. നല്ല ചിന്തകളാണ് ആ 5 പ്രാർത്ഥനകൾ. പോട്ടെ, ഈ 5 പ്രാർത്ഥനയിൽ നിന്ന് ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ കുറിവാക്യം ഒന്ന് സമർത്ഥിക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത്. മരിച്ചുപോയ കുഞ്ഞിന്റെ പ്രാണൻ തിരിച്ചു വരാൻ ഏലിയാവ് പ്രാർത്ഥിച്ചു. സ്തോത്രം. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ,
ശരിയായ പ്രാർത്ഥന ജീവനുള്ളതിനോട് മാത്രമല്ല, ആമേൻ, മരിച്ചതിനോടും പ്രതികരിക്കും. യെസ്, ലോക ചരിത്രത്തിൽ ഏലിയാവിന്റെ കാലത്തിന് മുൻപ് മരിച്ചവരാരും ജീവിച്ചിട്ടില്ല. അതിനൊരു തെളിവില്ല ബൈബിളിൽ. മരിച്ചവരാരും ജീവിച്ചിട്ടില്ല. എന്നാൽ നമുക്ക് സമസ്വഭാവമുള്ള, നമ്മെപ്പോലെ ഒരു സാധാരണ മനുഷ്യൻ, വലിയ അഡ്രസ് ഒന്നുമില്ലാത്ത മനുഷ്യൻ, അഭിമാനിക്കാൻ, അവകാശപ്പെടാൻ സ്വജീവിതത്തിൽ ഒന്നുമില്ലാത്ത ഒരു സാധാരണക്കാരൻ, ആമേൻ, പ്രാർത്ഥനാ മുറിയിൽ മുഴങ്കാൽ മടക്കിയപ്പോ ദൈവമക്കളെ, ചലനം നഷ്ടപ്പെട്ടത് ചലിച്ചു, നിർജീവമായി പോയത് ജീവനിലേക്ക് മടങ്ങി വന്നു. അപ്പൊ യഥാർത്ഥ പ്രാർത്ഥന, ശരിയായ പ്രാർത്ഥന മരണത്തോടും പ്രതികരിക്കും. ഇന്ന് രാത്രി ചിലരോട് ദൈവാത്മാവ് ഇടപെടുന്നു. ചലനം നഷ്ടപ്പെട്ടു പോയെന്നും ഇനി പ്രതീക്ഷിക്കാൻ വകയില്ലെന്നും മനസ്സിൽ എഴുതിത്തള്ളിയ നിങ്ങളുടെ ചില വിഷയങ്ങളുണ്ടല്ലോ, ദൈവാത്മാവ് തൊടുന്നു. ദൈവം അതിനെ ചലിപ്പിക്കും. യെസ്, പ്രാർത്ഥനയ്ക്ക് അതിനുള്ള പവറുണ്ട് പ്രിയരെ. അത്രയ്ക്കും ശക്തിമത്താണ് ഭക്തന്റെ പ്രാർത്ഥന. യഥാർത്ഥ പ്രാർത്ഥന മരണത്തോടും പ്രതികരിക്കും. ആമേൻ. ഞാൻ ആ ഭാഗം വിടുകയാണ്. സ്തോത്രം. അവിടെയൊക്കെ നിന്നാൽ ഹല്ലേലൂയ, മതിമറന്ന കർത്താവിനെ ആരാധിക്കാനാണ് എനിക്കിപ്പോൾ നിയോഗമുള്ളത്. ആത്മാവിന്റെ ഇടപെടൽ എനിക്ക് അങ്ങനെയാണ്. പക്ഷേ ഈ സന്ദേശത്തിലേക്ക് നമ്മൾ ഓടി വരേണ്ടതുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. നമ്മുടെ കർത്താവ് എത്ര ശക്തൻ! ഈ കോവിഡ് കാലത്ത് ഒന്നിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടണ്ട. പ്രാർത്ഥനാ മുറിയിൽ പൊരുതു, പ്രാർത്ഥനയിൽ പോരാടൂ. വിജയവും വിടുതലും നമുക്ക് അവകാശപ്പെട്ടതാണ്. അപ്പൊ മരിച്ചുപോയ കുഞ്ഞിന്റെ പ്രാണൻ തിരിച്ചു വരാൻ പ്രാർത്ഥിക്കും. നമ്മുടെ കുറിവാക്യൻ മറന്നിട്ടില്ല എന്ന് ഞാൻ കരുതുന്നു. രക്ഷാകരമായ പ്രാർത്ഥനയുടെ അടിസ്ഥാനം വിശ്വാസം, ഫലകരമായ പ്രാർത്ഥനയുടെ അടിസ്ഥാനം ശ്രദ്ധ. അപ്പൊ വിശ്വാസവും ശ്രദ്ധയും ഉപയോഗിച്ച് പ്രാർത്ഥിച്ച ഒരു ഭക്തനെ കുറിച്ചാണ് ഏലിയാവ് ഇവിടെ തെളിവായി അവതരിപ്പിച്ചത് 17-ാം വാക്യം. സ്തോത്രം. അപ്പോ എന്താണ് ഏലിയാവിന്റെ വിശ്വാസം? എന്താണ് ഏലിയാവിന്റെ ശ്രദ്ധ? അതാണല്ലോ നമ്മൾ നോക്കേണ്ടത്. എന്താണ് ഏലിയാവിന്റെ വിശ്വാസം? ഏലിയാവിന്റെ വിശ്വാസം മരിച്ചു പോയ കുഞ്ഞിന്റെ പ്രാണൻ തിരിച്ചു വരുമെന്നുള്ളതാണ്. ദൈവം തിരിച്ചു വരുത്തുമെന്നുള്ളതാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ആമേൻ ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണത്താൽ ഈ ഉലകത്തിലെ സകലത്തെയും ഉളവാക്കിയ സർവശക്തൻ, യെസ്, വെറും മണ്ണ് കുഴച്ച് ആ മൺപ്രതിമയെ ഒരു മനുഷ്യജീവനായി, ഒരു ആളത്വമായി മാറ്റിയ തമ്പുരാൻ, പ്രൈസ്, ആ ആദമിന്റെ വാരിയെല്ലുകളിൽ ഓരെല്ലെടുത്ത് ഒരു സ്ത്രീക്ക് ജന്മം നൽകിയ തമ്പുരാൻ, യെസ്, ചലനം നഷ്ടപ്പെട്ട, ജീവൻ നഷ്ടപ്പെട്ട ഈ തലമുറയ്ക്ക് ജീവൻ മടക്കിത്തരും. ഇതാണ് ഏലിയാവിന്റെ വിശ്വാസം. ചരിത്ര പ്രാധാന്യമുള്ള വിശ്വാസം അല്ലേ? സ്തോത്രം. കാരണം വിശ്വസിക്കാൻ ഒരു സപ്പോർട്ടില്ല ഏലിയാവിനുണ്ടോ? കാരണം ഇതിനു മുമ്പ് നടന്നിട്ടില്ല. നമ്മുടെയൊക്കെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അവിടെ നടന്നിട്ടുണ്ട്, അമേരിക്ക നടന്നിട്ടുണ്ട്, ഹൂസ്റ്റണി നടന്നിട്ടുണ്ട്, അല്ലെ കുമ്പനാട്ട് നടന്നിട്ടുണ്ട്, അല്ലെ മുളക്കുടയെ നടന്നിട്ടുണ്ട്, കൺവെൻഷനിൽ ഇന്നയാള് ഇന്നിടത്ത് നടന്നിട്ടുള്ളത് കൊണ്ട് നമ്മുടെ വീട്ടിൽ നടക്കും, അവിടെ നടന്നത് കൊണ്ട് നടക്കും എന്ന് പറയാൻ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്, തെളിവുകളുണ്ട്. പക്ഷെ ഏലിയാവിന്റെ മുമ്പിൽ തെളിവുകളില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ചരിത്രത്തിൽ വേറൊരു തെളിവില്ല. ഓ ഹല്ലേലൂയ, ആമേൻ, ആമേൻ. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുന്നതല്ല വിശ്വാസം. വിശ്വാസത്തിലൂടെ ആണ് തെളിവ് വെളിപ്പെടുന്നത്. യെസ്, വിശ്വസിച്ച് ഏലിയാവ് തെളിയിക്കാൻ പോവുകയാണ്. ആമേൻ, ഹല്ലേലൂയ. തെളിവില്ല ഏലിയാവിന്റെ മുമ്പിൽ. ഏതാ? മരിച്ചവരാരും ജീവിച്ചതിന് ഏലിയാവിന്റെ മുമ്പിൽ തെളിവില്ല. പക്ഷെ ഏലിയാവിന് വിശ്വാസം. തെളിവില്ല, പക്ഷെ വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. ആളുകൾ ഇന്ന് എന്തിനും ഏതിനും തെളിവാ ചോദിക്കുന്നത്. പക്ഷെ വിശ്വസിക്കുന്ന ഭക്തന് ഒരു തെളിവും വേണ്ട. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം, ഹല്ലേലൂയ, അവന്റെ പ്രാർത്ഥനാ മുറിയിൽ അവന് വേണ്ടി ഇറങ്ങി വരും. അപ്പൊ ഏലിയാവിന്റെ വിശ്വാസം കണ്ടോ? ചരിത്രത്തിൽ അന്ന് വരെ മരിച്ച ഒരാൾ ജീവിച്ചിട്ടില്ല,
എന്നാൽ ഏലിയാവിന്റെ വിശ്വാസം എന്റെ പ്രാർത്ഥനാ മുറിയിൽ നിർജീവമായി കിടക്കുന്ന, ചലനമറ്റ് കിടക്കുന്ന ഈ തലമുറ ജീവിക്കും. ഇതാണ് ഏലിയാവിന്റെ വിശ്വാസം. 2, ശ്രദ്ധ. എന്താണ് ഏലിയാവിന്റെ ശ്രദ്ധ? യാക്കോബ് പറഞ്ഞത് ഫലകരമായ പ്രാർത്ഥനയുടെ അടിസ്ഥാനം ശ്രദ്ധയാണ്. ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചാൽ ഫലമുണ്ട്. എന്താണ് ശ്രദ്ധ? 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ അവിടെ ധ്യാനിച്ചത്, പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചത്, എന്റെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചത് ഞാൻ പറയാം. ഏലിയാവിന്റെ ശ്രദ്ധ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഈ മരിച്ച കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മുറിക്കകത്ത് കയറുമ്പോൾ ഈ കുഞ്ഞിന്റെ അമ്മയെ പുറത്താ നിർത്തിയത്. പ്രാർത്ഥന മുറിക്കകത്ത് വായിൽ ഇരുത്തിയില്ല. വായി എന്തുകൊണ്ട്? ശരിക്കും മാനുഷിക നീതി അനുസരിച്ച്, ന്യായമനുസരിച്ച് ആ മരിച്ച കുഞ്ഞിന്റെ അടുത്തിരിക്കാൻ യോഗ്യത ഏലിയാവിനല്ല, ആ കുഞ്ഞിന്റെ അമ്മയ്ക്കാണ്. പക്ഷെ കുഞ്ഞിന്റെ അമ്മയെ മുറിക്കകത്ത് കയറ്റിയില്ല ഏലിയാവ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ കുഞ്ഞു മരിച്ചപ്പോ ഈ കുഞ്ഞിന്റെ മരണത്തിന്റെ ഉത്തരവാദി ഏലിയാവാണെന്ന് പറഞ്ഞയാളാ ഈ സ്ത്രീ, കുഞ്ഞിന്റെ അമ്മ. കണ്ടോ? എന്ന് പറഞ്ഞാൽ മനസാ വാച കർമ്മണ ഏലിയാവുമായി ബന്ധമില്ലാത്ത ഒരു വിഷയത്തിൽ ഏലിയാവിനെ പ്രതിയാക്കിയ ആളാണ് ഈ സ്ത്രീ. സത്യമല്ലേ അത്? നിങ്ങൾ ചിന്തിക്കണം. ഏലിയാവല്ല ആ കുഞ്ഞിന്റെ മരണത്തിന് ഉത്തരവാദി. വചനം പഠിച്ചാൽ നമുക്കറിയാം. പക്ഷെ കുഞ്ഞിന്റെ അമ്മ പറയുന്നു ആണെന്ന്. ഇനി നാട്ടുകാരും അതേ വിശ്വസിക്കൂ. അതിനകത്തൊക്കെ ഒത്തിരി ചിന്തകളുണ്ട്. അമ്മേ, ദൈവത്തോട് മാത്രം കൂടുതൽ സമയം സംസാരിച്ച് മുമ്പോട്ട് പോകുന്ന ഭക്തന്മാർ, തികഞ്ഞ ആത്മീയത നിലനിർത്തി പോകുന്ന ഭക്തന്മാർ ആരോപണ വിധേയരാകേണ്ടി വരും. യെസ്, മനസ്സറിയാത്ത കാര്യങ്ങൾക്ക് അവർ പ്രതിയാകേണ്ടി വരും. അങ്ങനൊരു പാഠം ദൈവത്തിന്റെ ആത്മാവ് അവിടെ എന്നെ പഠിപ്പിച്ചു. അതിൽ വേദനിക്കുന്ന ചിലരെങ്കിലും ആരോപണങ്ങൾ കേട്ട്, അപവാദങ്ങൾ കേട്ട്, ഈ കുഞ്ഞിന്റെ മരണത്തിന് ഉത്തരവാദി ഏലിയാവല്ല പുസ്തകം പഠിച്ചാൽ. പക്ഷേ കുഞ്ഞിന്റെ അമ്മ പറയുന്നു ഏലിയാവാണ്. അതേ നാട്ടുകാർ വിശ്വസിക്കും. അല്ലേ? ഏലിയാവിന് വേണ്ടി അവിടെ വാദിക്കാൻ ആരുമില്ല. ഏലിയാവിനത് തെളിയിക്കാൻ കഴിയില്ല. പക്ഷേ ഏലിയാവിന് ഒരു ഉറപ്പുണ്ടായിരുന്നു. എന്താ? എന്റെ ദൈവം തെളിയിക്കും ഞാൻ ആരാണ്. ദൈവമക്കളെ, നമ്മൾ ആരാണെന്ന് നമ്മളല്ല തെളിയിക്കേണ്ടത്. നമ്മുടെ ശുശ്രൂഷയിലൂടെ, നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം തെളിയിക്കട്ടെ. സ്തോത്രം. അപ്പൊ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയുടെ ഒരു തെളിവതാണ് ഈ ആരോപണം നടത്തിയ, അപവാദം പറഞ്ഞ കുഞ്ഞിന്റെ അമ്മയെ അകത്ത് കയറ്റിയില്ല. കാരണം അത് പ്രാർത്ഥനയുടെ ഏകാഗ്രതയെ ബാധിക്കുമെന്ന് ഏലിയാവൻ അറിയാം. അതുകൊണ്ട് കുഞ്ഞിന്റെ അമ്മയെ പുറത്തു നിർത്തി. അപ്പൊ എന്താണ് ഏലിയാവിന്റെ ശ്രദ്ധ? അപ്പൊ എന്ന് പറഞ്ഞാൽ ആരോപണം ഉന്നയിച്ച വ്യക്തിയെ ശ്രദ്ധിച്ചില്ലെന്നുള്ളതാണ് ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥനയുടെ ഒരു തെളിവ്. 2, പിന്നെ എന്ത് ശ്രദ്ധിച്ചു? വിടുതൽ ആവശ്യമുള്ള വിഷയത്തെ മാത്രം ശ്രദ്ധിച്ചു. സ്തോത്രം. അല്ലെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിലോ, ആ സ്ത്രീ പറഞ്ഞ ആരോപണം തെളിയിക്കാൻ പിന്നെ കമ്മിറ്റി കൂടുക, പിന്നെ അവരെ വിളിച്ചു കൂട്ടുക, ഇവരെ വിളിച്ചു കൂട്ടുക, ഒരു 3. കാരണം ഇത് രണ്ടിലൊന്നും അറിയണമല്ലോ. നമ്മളല്ലെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് നോ ശ്രദ്ധിക്കേണ്ടത് വിഷയത്തിലാണ്. വിടുതൽ ആവശ്യമുള്ള വിഷയത്തിൽ ശ്രദ്ധിക്കൂ, വ്യക്തികളെ ശ്രദ്ധിക്കാതെ, വ്യക്തികൾ പറഞ്ഞ പ്രകോപനപരമായ വാക്കുകളെ ശ്രദ്ധിക്കാതെ. ഏലിയാവ് ശ്രദ്ധിച്ചത് ചലനം നഷ്ടപ്പെട്ട തലമുറയെ. ആമേൻ. അപ്പോ ഏലിയാവ് ഇവിടെ വിശ്വാസം ഉപയോഗിച്ചു, ശ്രദ്ധ ഉപയോഗിച്ചു. അല്ലെ? വിശ്വാസം ശ്രദ്ധ ഉപയോഗിച്ച് 3 തവണ ആമേൻ കുഞ്ഞിന്റെ മീതെ കവണ്ണ് കിടന്ന് പ്രാർത്ഥിച്ച്. ആ കവണ്ണ് കിടപ്പ് കണ്ടാൽ അതിനകത്തൊരു അർത്ഥമില്ലേ? എന്റെ ജീവൻ ഈ കുഞ്ഞിന് കൊടുക്കേണ്ടി വന്നാലും ഞാൻ അതിന് തയ്യാറാക്കത്താവേ, ഈ കുഞ്ഞിനെ നീ ജീവിപ്പിക്കണം. അതാണ് ശ്രദ്ധ. വിഷയവുമായി താതാത്മ്യപ്പെടുകയാണ്, വിഷയവുമായി ഇഴുകിച്ചേരുകയാണ്. എന്റെ പ്രാർത്ഥനാ വിഷയമാണ്, നീ ഒരു മറുപടി തന്നേ പറ്റൂ. അങ്ങനെ വിശ്വാസവും ശ്രദ്ധയും ഉപയോഗിച്ച് 3 തവണ കവണ്ണ് വീണ് കിടന്ന്, കുഞ്ഞിന്റെ മീതെ കവണ്ണ് വീണ് കിടന്ന് പ്രാർത്ഥിച്ച് കണ്ണു തുറന്നപ്പോൾ, ഏലിയാവ് കണ്ണു തുറന്നപ്പോൾ, ആമേൻ, തലമുറയും കണ്ണു തുറന്നില്ലേ? ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് പറയുക, നിങ്ങളുടെ പല വിഷയങ്ങളും ചലിച്ചു തുടങ്ങും. ചലനം നഷ്ടപ്പെട്ട പലതും ചലിച്ചു തുടങ്ങും. കണ്ണടച്ചു പോയത് ചിലത് കണ്ണ് തുറക്കും. ഈ 2020 ദൈവപ്രവൃത്തിയും അത്ഭുതങ്ങളും കാണുന്ന
വർഷമായിരിക്കും ദൈവമക്കളെ. നമുക്കത് വിശ്വസിക്കാം. ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെയാണ് എന്നെ ഈ ദിവസങ്ങളിൽ പഠിപ്പിക്കുന്നത്, നയിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കിനി നമ്മുടെ കർത്താവിനെ ശരിക്കും ഒന്ന് അനുഭവിക്കണ്ടേ, ആ ദൈവത്തിന്റെ അത്ഭുതങ്ങളൊന്ന് അടുത്തറിയണ്ടേ നമുക്ക്. അപ്പോ ഞാൻ വിശ്വസിക്കുന്നത് ഏലിയാവ് പ്രാർത്ഥനാ മുറിയുടെ കതക് തുറന്നപ്പോ ഏലിയാവായിരിക്കില്ല ആദ്യം പുറത്തു വന്നത്, കുഞ്ഞായിരിക്കും. കാരണം ഒരു കുഞ്ഞ്, ആമേൻ, കണ്ണു തുറന്നാൽ, ഞാനും എൻ്റെ മകനും അപ്പം തിന്നിട്ട് മരിക്കാനിരിക്കുക എന്ന് പറയുമ്പം ഒരപ്പം ഉണ്ടാക്കിയാൽ അത് തിന്നാൻ പ്രായമായ ഒരു കുഞ്ഞാണ്, വെറും പൊടിക്കുഞ്ഞല്ല അല്ലെ. ഞാനും എൻ്റെ മകനും ഒരപ്പത്തിനുള്ള മാവയുള്ള അത് ഉണ്ടാക്കി തിന്നിട്ട് മരിക്കാനിരിക്കുകയാണെന്ന് പറയും. അപ്പോ അപ്പം തിന്നാൻ പ്രായമായ ഒരു തലമുറയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കുഞ്ഞുണർന്നാൽ ആദ്യം അന്വേഷിക്കുന്നത് അമ്മയാണ്. എവിടെയും ആ ഒരിടത്തും ഒരു കുഞ്ഞുണർന്നുമ്പം ആ അപ്പാന്ന് വിളിച്ചോ പപ്പയെന്ന് വിളിച്ചോ എഴുന്നേക്കാറില്ല. അതിന്റെ മനഃശാസ്ത്രത്തിലേക്കൊന്നും പോകുന്നില്ല ഞാൻ, സമയക്കുറവുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞ് ആയിരിക്കും ആദ്യം പുറത്തു വന്നത്. ആദ്യം കണ്ടതും ഈ കുഞ്ഞ അമ്മയെ ആദ്യം കണ്ടു അല്ലെ. ഏലിയാവിനെ കണ്ടു, അമ്മയെ കണ്ടു. എന്നാൽ ഏലിയാവ് ആദ്യം കണ്ടത് എന്താ? ഏലിയാവ് ആദ്യം കണ്ടത് അമ്മയല്ല, ഏലിയാവ് ആദ്യം കണ്ടത് തന്റെ മറുപടിയാ അല്ലേ. ഏലിയാവ് കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് കണ്ട ശേഷമാ കൊച്ചിന്റെ അമ്മ കണ്ടത്. അതിനകത്തൊരു ദൂതില്ലേ, പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് ആമേൻ നന്മയുടെ അടയാളം ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഞാൻ എൻ്റെ സന്ദേശം ഇവിടെ ഉപസംഹരിക്കട്ടെ. എനിക്ക് 1 മണിക്കൂർ സമയം അനുവദിച്ചു. പാസ്റ്റർ PC ജോസഫിനോട് പ്രത്യേകം നന്ദി ഞാൻ പറയുകയാണ്. സൂം മീറ്റിംഗിൽ യഥേഷ്ട സമയം വളരെ വളരെ ചുരുക്കമായി ലഭിക്കാറുള്ളൂ. നന്ദിയുണ്ട്. അപ്പോ പ്രിയപ്പെട്ടവരെ, രക്ഷാകരമായ പ്രാർത്ഥനയുടെ അടിസ്ഥാനം വിശ്വാസമാണ്. ഫലകരമായ പ്രാർത്ഥനയുടെ അടിസ്ഥാനം ശ്രദ്ധയാണ്. വിശ്വാസവും ശ്രദ്ധയും പ്രാർത്ഥനയിൽ പരീക്ഷിച്ച ഏലിയാവ് വിടുതലും ഫലവും കണ്ടെങ്കിൽ ഹല്ലേലൂയ, നമ്മൾ കാണാൻ പോകുന്നു വിടുതലുകൾ, നമ്മളും അനുഭവിക്കാൻ പോകുന്നു പുതിയ ചില ഫലങ്ങൾ. ഈ കോവിഡ് കാലത്ത് ഈ വചനം നിങ്ങളിൽ വലിയ ചലനങ്ങൾ ഉണ്ടാകട്ടെ, സഭയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, നമ്മുടെ കുടുംബങ്ങളിൽ തലമുറകളിലൊക്കെ വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അവസരമൊരുക്കിയ കർത്തൃദാസനും കൂട്ടായ്മയ്ക്ക് ഹൃദയംഗമായി നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.